ഈ സിനിമയ്ക്കും റിയലിസ്റ്റിക് എന്ന് പറയണതിനോ അല്ലെങ്കിൽ പുതു ജനറേഷൻ പടം എന്ന് പറയുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ പടത്തിനകത്ത് തിയേറ്ററിനകത്ത് ആളുകളെ ഓളമുണ്ടാക്കാനുള്ള നടന്മാരില്ല എന്നാണ് അവർ പറയുന്നത്. സിനിമ എന്നുള്ളതിൻ്റെ കാതലോ സിനിമയുടെ ഭംഗി നോക്കാതെ എന്ന് അവരൊക്കെ. അപ്പോൾ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ അന്നയും റസൂലിൻ്റെയും അനുകരണമല്ല. അന്നയും റസൂൽ എന്ന സിനിമ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സങ്കേതങ്ങളെ, അന്നയും റസൂലും മേക്ക് ചെയ്യാൻ എടുത്ത രീതികളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശ്രുതിയോടെ ക്യാരക്ടർ ഞാൻ പല നടിമാരും പറഞ്ഞപ്പോൾ ഒരു നായകനേക്കാൾ 8 വയസ്സിന് മൂത്ത അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ദളിത് യുവതിയാവുന്നു എന്ന് പറയുമ്പോൾ പുതിയ കുട്ടികൾക്ക് പോലും എന്തൊക്കെയോ പ്രയാസം തോന്നിയപ്പോഴാണ് ഞാൻ ശ്രുതിയിലേക്ക് എത്തുന്നത്. രാജുവേട്ടനാ പറഞ്ഞത് നമുക്ക് അത്ര വേണോ? ഷാനവാസ് വീണ്ടും പല ആംഗിളിലും ഈ സിനിമേൻ്റെ കണ്ടു നോക്കും, ഒരുപാട് തവണ കണ്ടിട്ടിൻ്റെ ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമയെ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് അത്ര വേണ്ടാന്ന്. അങ്ങനെ ഈ പടം ഇപ്പോൾ കാണാൻ പോകുന്ന 105 മിനിറ്റിലേക്ക് ഞാൻ ചുരുക്കിയത്. 2011 പൊന്നാനി പോലീസ് സ്റ്റേഷനകത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2005 മുതൽ 2010 വരെ പൊന്നാനി നഗരസഭ കൗൺസിലറായിരുന്നു. അപ്പോൾ 2011 പൊന്നാനി പോലീസ് സ്റ്റേഷനകത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്ന കിസ്മത്ത്. 2011 പൊന്നാനി സ്റ്റേഷനകത്തേക്ക് 28 വയസ്സുകാരിയായ ഒരു ദളിത് യുവതിയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ 5 വയസ്സ് ഇളയവനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കടന്നു വരികയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ വിഷയത്തിൻ്റെ മേലുള്ള എന്ത് സംഭവിച്ചു, അവരുടെ പ്രണയത്തിന് എന്ത് സംഭവിച്ചു, എന്ത് നിലപാടാണ് പോലീസ് എടുത്തത്, എന്ത് നിലപാടാണ് സമൂഹം എടുത്തതെന്നൊക്കെ നോക്കി കാണുന്ന ഒരു സിനിമയാണ്. മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിരിക്കുന്നത്. ഈ കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിൻ്റെ മാനം കൂടി കളയാൻ എൻ്റെ പുറപ്പാട്. രാജീവേട്ടൻ എന്ന വലിയ സിനിമാ മേക്കറും ലാൽ ജോസ് സാറ് പോലുള്ള വലിയ സംവിധായകനും ഒക്കെ ചേർന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കിസ്മത്ത് 29 കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. അവരോടൊക്കെ വലിയ കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ. കാരണം രാജീവേട്ടൻ, കാരണം അന്നയും റസൂലും എന്ന സിനിമ ഞാൻ ബേസിക്കലി സിനിമ സംവിധാനം അക്കാദമിക്കായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ആരുടെയും കൂടെ അസിസ്റ്റൻറ്റോ അസോസിയേറ്റോ ഒന്നും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. സിനിമ ലൊക്കേഷനിൽ പോലും ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടില്ല. പക്ഷേ എനിക്ക് അന്നയും റസൂലും എന്ന സിനിമ എന്നിൽ ഒരു കാഴ്ചക്കാരനുണ്ടാക്കിയ കൗതുകവും അത്ഭുതവുമാണ് കിസ്മത്തിൽ. അപ്പോൾ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ അന്നയും റസൂലിൻ്റെയും അനുകരണമല്ല. അന്നയും റസൂൽ എന്ന സിനിമ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സങ്കേതങ്ങളെ, അന്നയും റസൂലും മേക്ക് ചെയ്യാൻ എടുത്ത രീതികളെ എനിക്കൊരുപാട് ഇഷ്ടമായി. ആ രീതികളെ ഫോളോ ചെയ്യാൻ അന്നും ഇന്നും എന്നും ശ്രമിച്ചിട്ടുണ്ട്. സഹിഷ്ണുതയുടെ ഏറ്റവും ഹൈ പീക്ക് അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കിസ്മത്ത് ഇറങ്ങുന്നത്. കിസ്മത്ത് ഷൂട്ട് ചെയ്തത് പൊന്നാനിയിലാണ്. പൂർണ്ണമായും പൊന്നാനിയിലാണ് പടം ചിത്രീകരിച്ചത്. അപ്പോൾ കിസ്മത്ത് ഷൂട്ടിംഗ് വേളയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചിത്രീകരിച്ച് പുറത്തു വരുന്ന വേളയിലൊന്നും ആരും, ഇപ്പോൾ ട്രെയിലറൊക്കെ ഭയങ്കര ഹിറ്റായ സമയത്ത് പോലും ആരും നമ്മളോട് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങളോ വെല്ലുവിളികളോ ഒന്നും ഉണ്ടായിട്ടില്ല. കിസ്മത്ത് 29 റിലീസ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ആ ചർച്ചകളെയൊക്കെ നമ്മൾ പോസിറ്റീവായി കാണുന്നു. ആ ചർച്ച നല്ല രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഗുണമാവെങ്കിൽ ഗുണാവട്ടെ എന്ന് നമുക്ക് കാണാനാണ് നമുക്കിഷ്ടം. സാർ എത്ര നേരം സാർ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നൊരു പോയി കണ്ടല്ലോ. പൊന്നാനിയിൽ ആദ്യമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമ ഒന്നുമല്ല കിസ്മത്ത്. പക്ഷേ പൂർണ്ണമായും പൊന്നാനിയിൽ ചിത്രീകരിച്ച സിനിമയാണ്. അതാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമായി. കാരണം പൊന്നാനിയിൽ ഈ സിനിമ ഷൂട്ട് ചെയ്ത് എന്തോന്ന് എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരം. ഞാൻ പൊന്നാനിക്കാരനാണ്, പൊന്നാനി ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ ഈ ലോകത്ത് കണ്ടതിൽ ഏറ്റവും സുന്ദരമായ സ്ഥലം പൊന്നാനിയാണ്. പിന്നെ എനിക്ക് കംഫർട്ട് പൊന്നാനിയാണ്. ഞാൻ എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സിനിമക്കകത്ത് അവരുടെയൊക്കെ വലിയ സപ്പോർട്ടുള്ളതാണ് കിസ്മത്ത് പൊന്നാനി വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ പൊന്നാനിയെ പറ്റി, മലപ്പുറം ജില്ലയെ പറ്റിയൊക്കെ എപ്പോഴും ടിപ്പിക്കൽ സിനിമക്കകത്തുള്ള ഡയലോഗ്, പൊന്നാനി പോയി തൊപ്പിട്ട് വരിക, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ എന്തൊക്കെ ബോംബ് നിർമ്മാണം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചയും പറയുന്നവരെയും, അല്ലെങ്കിൽ മലപ്പുറത്തെ പൊന്നാനിയൊക്കെ ഒരു മോശപ്പെട്ട് സിനിമാക്കാർ കാണുന്ന രീതിയിൽ. പക്ഷേ അതിനൊക്കെ മാറ്റം വരണം. പൊന്നാനി സിനിമ ഷൂട്ട് ചെയ്താൽ വന്ന പ്രശ്നമാണ്, മലപ്പുറത്ത് പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും അല്ല. അവരൊക്കെ നല്ല സഹൃദയരാണ്, സുഹൃത്തുക്കളാണെന്ന് ബോധ്യപ്പെടുത്താനും കൂടി ഈ സിനിമ ഉതകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിസ്മത്ത് കഴിഞ്ഞ ശേഷം പൊന്നാനിൽ ഒരുപാട് സിനിമകൾ വരും, സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ സിനിമനെ മറ്റേ എന്താ പറയുക, കൊമേഴ്സ്യൽ, റിയലിസ്റ്റിക്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അവാർഡ്, അങ്ങനെ ഒന്നും കാണാൻ നമുക്ക് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ സിനിമ നമ്മളോട് സംസാരിക്കുന്ന സിനിമകളൊക്കെ നമ്മുടെ ജനപ്രിയ സിനിമകളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് മീശ മാധവൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജമാണിക്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അന്നയും റസൂലും,
എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് പൊന്തമ്മാട അല്ലെങ്കിൽ അടൂരിൻ്റെ കൊടിയിൽ. ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുത്തിയ സിനിമകളാണ്. അപ്പോൾ എല്ലാതരം സിനിമ, അപ്പോൾ തരം എന്നുള്ളത് എന്നിലെ കാഴ്ചക്കാരനില്ല. അപ്പോൾ എന്നെ സന്തോഷപ്പെടുത്തിയ സിനിമകളൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ. അപ്പോൾ ഈ സിനിമയ്ക്കും റിയലിസ്റ്റിക് എന്ന് പറയണതിനോ അല്ലെങ്കിൽ പുതു ജനറേഷൻ പടം എന്ന് പറയുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. ഇത് എല്ലാതരം കാണികളോടും സംസാരിക്കുന്ന ഒരു വളരെ ലളിതമായ, ഈ പടത്തിനകത്ത് ട്വിസ്റ്റുകളോ ഒരുപാട് സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ കൊമേഴ്ഷ്യൽ ചേരുവകളോ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഈ സിനിമയ്ക്കകത്ത് പാട്ടുണ്ട്, ഡയലോഗ് ഉണ്ട്. ഇതൊന്നും പഞ്ചിന് വേണ്ടിയിട്ടോ പാട്ടിന് വേണ്ടിയിട്ടോ ചേർത്തല്ല. അതൊക്കെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നു, അങ്ങനെ വന്നു ചേർന്നതാണ്. അപ്പം അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. നമ്പർ ചേട്ടൻ ഈ പടത്തിൻ്റെ കളക്റ്റീവ് ഫേസ് കൊണ്ടാണ്. ഇതിന് 2 പ്രൊഡ്യൂസേഴ്സാണല്ലോ. ഒന്ന് എൻ്റെ സുഹൃത്ത്, എൻ്റെ നാട്ടുകാരിയുമായ ശൈലജ മണികണ്ഠൻ, പട്ടം സിനിമാ കമ്പനിയുടെ പേരിൽ. പിന്നെ രാജീവേട്ടൻ നേതൃത്വം നൽകുന്ന കളക്റ്റീവ് ഫേസ് കൊണ്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാജീവേട്ടൻ ആദ്യം മുതലേ ഉണ്ട്. പക്ഷേ ഈ പടം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പല ആളുകളെയും ക്ഷണിച്ചു ഈ പടം വിതരണം ചെയ്യാൻ. അപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഒന്നുമല്ല, ഈ പടത്തിനകത്ത് തിയേറ്ററിനകത്ത് ആളുകളെ ഓളമുണ്ടാക്കാനുള്ള നടന്മാരില്ല എന്നാണ് അവർ പറഞ്ഞത്. സിനിമ എന്നുള്ളതിൻ്റെ കാതലോ സിനിമയുടെ ഭംഗിയോ നോക്കാതെയായിരുന്നു അവരൊക്കെ, സിനിമ കാണാതെയായിരുന്നു അവർ. ഇപ്പം ലാൽജോ സാറ് സിനിമ വന്ന് കാണുന്നു, പടം ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം ഏറ്റെടുക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമക്കകത്ത് രാജീവേട്ടൻ്റെയും ലാൽജോ സാറിൻ്റെയും വളരെ വില പിടിച്ച നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ നിർദ്ദേശം ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ട്. ഈ സിനിമ ആദ്യം എഡിറ്റ് ചെയ്തപ്പോൾ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. രാജീവേട്ടനാണ് പറഞ്ഞത് നമുക്ക് അത്ര വേണോ, ഷാനവാസ് വീണ്ടും പല ആംഗിളിലും ഈ സിനിമേനെ കണ്ടു നോക്കൂ, ഒരുപാട് തവണ കണ്ടിട്ട് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമയെ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് അത്ര വേണ്ടാന്ന്. അങ്ങനെ ഈ പടം ഇപ്പോൾ കാണാൻ പോകുന്ന 105 മിനിറ്റിലേക്ക് ഞാൻ ചുരുക്കിയത്. ഈ സിനിമ ഇപ്പോൾ ട്രെയിലറിലൂടെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ആവേശത്തോടെ പറയുന്ന ഷെയ്ൻ ചോദിക്കുന്ന ഡയലോഗുണ്ട്, ഓളാ ജാതി ഓളെ കുഴപ്പമാണോ, ഞാനീ ജാതി അതിൻ്റെ ഗുണമാണോ എന്ന് ചോദിക്കേണ്ടത്. ആ സീന് ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാൽജോ സാറ് വന്ന് പടം കണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞു വളരെ നല്ല പടമാണ്, ഈ സിനിമ തീർച്ചയായും തിയേറ്ററിൽ ഓടേണ്ട അല്ലെങ്കിൽ ഓടുന്ന സിനിമയാണ്. പക്ഷേ എന്തോ ഒരു കുറവുണ്ട്, അത് ഷാനവാസ് ഒന്ന് ആലോചിക്കുന്നു പറയും. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആലോചിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നി അവിടെ ഇർഫാനും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്നും കൂടെ ശക്തമാക്കേണ്ടത്. അങ്ങനെ ഉണ്ടായ സീനാണ്. അപ്പോൾ അത് രാജീവേട്ടനോട് പറഞ്ഞപ്പോൾ രാജീവേട്ടൻ പറഞ്ഞത് ലാൽജോ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാണ്. അദ്ദേഹത്തെ പോലെ കൃത്യമായി കാണികളെ പൾസ് മനസ്സിലാക്കാൻ പോകുന്ന ഡയറക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാണ്. ഷാനവാസ് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. അപ്പോൾ കിസ്മത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ 2 വലിയ പ്രതിഭകളുടെ വലിയ നിർദ്ദേശങ്ങൾ ഗുണമായിട്ടുണ്ട്. അതെനിക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ചെറുക്കനെ തന്നെ കിട്ടിയോളാ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. ഈ സിനിമയിൽ നായകനായിട്ട് വരുന്ന ഇർഫാൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഷെയ്ൻ നിഗാണ്. പിന്നെ ശ്രുതി മേനോനാണ് അനിതയാവുന്നത്. പിന്നെ അജയ് സി മേനോൻ എന്ന പൊന്നാനിയിലെ സബ് ഇൻസ്പെക്ടറുടെ റോൾ ചെയ്യുന്നത് വിനയ് ഫോർട്ടാണ്. പിന്നെ മറ്റേ രാമചന്ദ്രൻ നായർ എന്ന മറ്റേ ASI ചെയ്യുന്നത് സുഗതയാണ്. പിന്നെ അപ്പു നായർ ചെയ്യുന്നത് ബാലൻ ചേട്ടനാണ്. സെയ്ദ് ബാവ തങ്ങളെ അവതരിപ്പിക്കുന്നത് മറ്റേ അലൻസിയറേട്ടനാണ്. മറ്റേ അനിൽ നെടുമാങ്ങാടിൻ്റെ മോഹൻ എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ ഉണ്ട്. അങ്ങനെ സജിത മഠത്തിലുണ്ട്, സുരഭി ഉണ്ട് സലീന എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ. അവരോടൊപ്പം തന്നെ മലയാള സിനിമയ്ക്ക് ഞാൻ ഒരുപാട് പുതിയ നടന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് ബാല്, അബു വളയംകുളം, ശ്രീകാന്ത്, ബാബു പടിയത്ത്, അലി കണത്ത്, അങ്ങനെ ഒരുപാട് പുതിയ ആളുകളെ ഞാൻ ഈ സിനിമയിൽ എൻ്റെ കൂടെ കൊണ്ടുപോകും. അവരൊക്കെ സിനിമാമോഹമായി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായി നടക്കുന്ന ചെറുപ്പക്കാരാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും ആദ്യം ആലോചിച്ച ആളുകൾ മാറിയിട്ട് ഇപ്പോൾ വിനയ് ചെയ്യുന്ന അജയ് സി മേനോൻ എന്ന ക്യാരക്ടർ ഞാൻ വേറെ നടനോടാണ് ആദ്യം തോന്നുന്നത്. അപ്പോൾ പുള്ളി കുഴപ്പമൊന്നും പറഞ്ഞില്ല. പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഡേറ്റ് ക്ലാഷ് ആയിട്ട് പുള്ളി മാറുന്നു, വിനയ് വരുന്നു. ഇതിലാദ്യം ഞാൻ ഷെയ്ൻ്റെ ഇർഫാൻ്റെ ക്യാരക്ടറായിട്ട് കണ്ടത് വേറൊരു പുതുമുഖ നടനാണ്. അപ്പോൾ പുള്ളിക്കും ചില തിരക്കുകളും കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് രാജീവേട്ടൻ ഷെയ്ൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. ശ്രുതിയോടെ ക്യാരക്ടർ ഞാൻ പല നടിമാരും പറഞ്ഞപ്പോൾ ഒരു നായകനേക്കാൾ 8 വയസ്സിന് മൂത്ത അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ദളിത് യുവതിയാവുന്നു എന്ന് പറയുമ്പോൾ പുതിയ കുട്ടികൾക്ക് പോലും എന്തൊക്കെയോ പ്രയാസം തോന്നിയപ്പോഴാണ് ഞാൻ ശ്രുതിയിലേക്ക് എത്തുന്നത്. ശ്രുതിയെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്ത് വിജയകുമാറാണ്. വിജയകുമാർ പ്രഭാകർ, കമ്മട്ടിപ്പാടത്തിൻ്റെ ഒക്കെ മറ്റേ കാസ്റ്റിംഗ് ഡയറക്ടർ, മികച്ച നടനാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ ഒരു നിഴല് പോലെ എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പോൾ വിജയനാണ് എനിക്ക് ശ്രുതിയെ പരിചയപ്പെടുത്തുന്നത്. അനുദിനം ഞാനേ ജല്ല ജലാലും ഹബീബായ ഹയ്യ
പൊന്നാനി കലയ്ക്കും കവിതയ്ക്കും സാഹിത്യത്തിനും വളക്കൂറുള്ള മണ്ണാണ്. പൊന്നാനിയുടെ കടലും പുഴയൊക്കെ കൂടി ഖവാലിയുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ കേരമ്പൽ കേൾക്കാം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന മണ്ണിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവിക സംഗീതം എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഇപ്പോൾ 4 പാട്ട് കണ്ട്, ഈ 4 പാട്ടും പാട്ടിന് വേണ്ടി പാട്ടല്ല, അതൊക്കെ സിറ്റുവേഷനിൽ കടന്നു വരുന്നതാണ്. അപ്പോൾ ഈ മികച്ച 3 സംഗീത സംവിധായകരാണ് ഞാൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുന്നത്. സുഷിൻ ശ്യാം 2 സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മുന്നേ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ആദ്യം അദ്ദേഹം ഒരു പാട്ട് ചെയ്തത്. പിന്നെ ഷമേഷ് ശ്രീധർ എൻ്റെ സുഹൃത്താണ്. സുഷിൻ സുമേഷ് പരമേശ്വർ ഇവിടെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ അവസരങ്ങൾ പുതിയത് നമ്മൾ തുറന്നു കൊടുക്കും. അപ്പോൾ നമ്മൾ പുതിയ ആളാണ്. ഞാൻ വരുമ്പോൾ എന്നെപ്പോലെ സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളെ, ഇപ്പോൾ ജിതിൻ മനോഹർ എന്ന എഡിറ്റർ വരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നു. അതാണല്ലോ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ, സന്ധ്യകൾ, മതിവര താളമായി. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നല്ല ഭാഗ്യവാനാണ്. ഈ സിനിമയ്ക്കകത്തെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് മികച്ച നടന്മാരാണ്. അതേപോലെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് വളരെ എന്നേക്കാൾ നല്ല എനിക്കൊട്ടും അനുഭവപരിചയമില്ലാത്ത ആളാണ്. വളരെ അനുഭവപരിചയമുള്ള പ്രതിഭകളായ ആളുകൾ. ഈ സിനിമയിൽ ക്യാമറ ചെയ്തിട്ടുള്ളത് സുരേഷ് രാജനാണ്. സുരേഷ് രാജൻ എന്ന് പറഞ്ഞാൽ കേരള കഫയ്ക്കകത്ത് അൻവർ റഷീദിൻ്റെ മറ്റേ ബ്രിഡ്ജ് എന്ന സിനിമയാണ് അദ്ദേഹം മലയാളത്തിൽ ചെയ്ത് വന്നത്. പിന്നെ അദ്ദേഹം ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ പടം ചെയ്യുന്ന ബ്രില്യൻ്റായ ഒരു ക്യാമറമാനാണ്. ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ബി അജിത് കുമാറും ജിതിൻ മനോഹറും. ബി അജിത് കുമാർ എന്ന് പറഞ്ഞാൽ 2 തവണ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹം കിട്ടുന്നു. ഈ പടത്തിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ള യന്ത്രം പോലുള്ള സിനിമ ദേവിഡിയൊക്കെ മിക്സ് ചെയ്ത പ്രമോദ് തോമസാണ്. നാഷണൽ അവാർഡ് വിന്നറാണ് അദ്ദേഹം. മറാഠി സംസ്ഥാന അവാർഡ് 4-5 തവണയൊക്കെ നേടിയ ആളാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ ആളുകളുടെ, ഇപ്പോൾ റഫീഖ് സാറ് പാട്ട് എഴുതുന്നു, അൻവർ അലിക്ക് പാട്ട് എഴുതുന്നു. അതൊക്കെ വളരെ അപ്പോൾ നല്ല ആളുകളെ തന്നെ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് കൂട്ടിപ്പിടിക്കാൻ, ചേർത്ത് വെക്കാൻ കിട്ടി എന്നുള്ളത് ഞാൻ ഭാഗ്യവാനാണ്. വളരെ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ. കാരണം ഒരു ചെറിയൊരു സിനിമ ഉണ്ടാക്കി അത് കേരളത്തിൽ റിലീസിന് മുന്നേ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ ട്രെയിലർ 5-6 ലക്ഷം ആളുകൾ കാണുന്നു. പാട്ടുകളൊക്കെ ഹിറ്റ് ചാർട്ട്, ടോപ്പ് ചാർട്ടിൽ എല്ലാ പാട്ടുകളും നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ എന്നെ അത് അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം കിസ്മത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ അവകാശവാദങ്ങളോ വലിയ വീമ്പ് പറച്ചിലുകളോ ഒന്നുമില്ല. വളരെ ലളിതമായ സിമ്പിളായ ഒരു മൂവിയാണ്. എല്ലാതരം ആളുകളോട് സംസാരിക്കും ഈ സിനിമ. പക്ഷേ അതിന് നമ്മൾ കാണുന്ന വലിയ സിനിമകളിൽ കാണുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കാണുന്ന കളർഫുള്ളാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. നല്ല ലളിതമായ സിനിമയാണ്. ആ സ്പിരിറ്റോടുകൂടി ഈ ക്രിസ്മസിന് ആളുകൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണണം. ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നും. എനിക്ക് പറയാനുള്ളത് സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം, കുടുംബസമേതം പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സിനിമ കാണേണ്ടത് ഈ കാലഘട്ടത്തിനോട് സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ സിനിമ കാണണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കാണേണ്ടതും വിജയിക്കേണ്ടതും എന്താ വെച്ചാൽ എന്നേക്കാളേറെ പ്രതിഭകളും എന്നേക്കാളേറെ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇൻഡസ്ട്രിക്ക് പുറത്തുണ്ട്. അവർ അവസരങ്ങൾ തേടി മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും വാതിൽക്ക് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കൊന്നും വാതിൽ തുറക്കപ്പെടുന്നില്ല. കിസ്മത്ത് പോലുള്ള ഈ സിനിമയുടെ വിജയം അത്തരം ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കിട്ടാൻ ഉതകും. അവർക്കൊക്കെ പുതിയ ഇൻഡസ്ട്രിയുടെ അവരുടെ പുതിയ ഐഡിയാസ് കേൾക്കാൻ ഇവിടുത്തെ വിതരണക്കാരും പ്രൊഡ്യൂസേഴ്സും തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതെല്ലാം അതുകൊണ്ട് പുതിയ ഫിലിം മേക്കേഴ്സിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് കിസ്മത്തിൻ്റെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. എരിയൽ